നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, സ്വഹാബത്ത് അള്ളാന്റെ ഔലിയാക്കളാണോ? ആർക്കും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ സ്വഹാബത്താണ് പറഞ്ഞത് സെയ്ദ് കദബ സെയ്ദ് എന്ന് പറഞ്ഞത്. ആ സ്വഹാബികളിൽ പെട്ട ചിലരാണ് എന്ത് ചെയ്തത്? കദബ സെയ്ദ് എന്ന് പറഞ്ഞു. ഇപ്പൊ കുറെ വിഡ്ഢികളായിട്ടുള്ള നേതാക്കന്മാർ പറയുന്നത് എന്താണ്? അള്ളാന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ എപ്പോൾ ഇങ്ങനെ യഥേഷ്ടം ലൗഹൽ മഹ്ഫൂദിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ലൗഹൽ മഹ്ഫൂദിൽ വായിച്ചിട്ട് സെയ്ദ് നുണ പറഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പറയാണ്, ഇവിടെ നിന്നിട്ട് പറയാണ് സെയ്ദ് നുണ പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത, അല്ലെങ്കിൽ വിവരമില്ലാത്തതുപോലെ അഭിനയിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് അറിയുന്ന ആളുകൾ സമൂഹത്തിനെ നിയന്ത്രിക്കുന്നു. ഈ അടുത്ത് ജിബ്രി മുത്തുക്കോയ പറഞ്ഞ സംഭവമാണ്. എന്താണ്? അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ എന്താണ് ഇങ്ങനെ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെത്രമാത്രം വിവരക്കേടാണ്. കാരണം ഈ പറഞ്ഞതുപോലെ സ്വഹാബത്ത് അവരെന്ത് ചെയ്യാണ്? അവർ പറയാണ് കദബ സെയ്ദുൻ. അതുപോലെ ഹദീസുൽ ഇഫ്ക്, അടുത്ത പാഠം അതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് സ്വഹാബാക്കൾ പറഞ്ഞു എന്ത്? ചില സ്വഹാബിമാർ പറഞ്ഞു എന്ത്? വ്യഭിചരിച്ചു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത് വരെ ചില സ്വഹാബിമാർ പറഞ്ഞു. അതിന്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ആൾക്ക് ഒന്നും കൊടുക്കൂല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചായത്തിറക്കി കൊടുക്കണം. ഇതൊക്കെ ലൗഹുൽ മഹ്ഫൂദിലൊക്കെ നോക്കി ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആർക്കറിയാം? ഈ സ്വഹാബിമാർക്കറിയാം ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പറയാം ചെയ്തിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയാൽ സംഭവം അറിയും. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അറിയാം. അപ്പൊ അറിഞ്ഞു എന്ന് വിചാരിക്കുക, നോക്കിയെന്ന് വിചാരിക്കുക. നോക്കിയിട്ട് പറയാണ് ഇല്ല ചെയ്തിട്ടുണ്ട്, ലൗഹിലൊക്കെ ഉള്ളത് ശരി തന്നെ, പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ. എന്നിട്ട് ഒരായത്തിറങ്ങുന്നത് വരെ കാത്തിരുന്നിട്ട് പറയാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔലിയാക്കളുടെ നേതാവ് പറയാണ്, ഞാൻ എന്ത് ചെയ്യൂല, ഈ ആൾക്ക് ഭക്ഷണം കൊടുക്കൂല. ആരാണീ പറയുന്നത്? ലൗഹുൽ മഹ്ഫൂദിൽ ഈ ആയത്തുണ്ട് എന്ന് അറിയുന്ന ആളാണ് ഈ പറയുന്നത്. ഏത്? ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ആയത്ത് ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ട് എന്ന് അറിയുന്ന ആളാണ്. അവിടെ നോക്കിയിരിക്കുന്ന ആള് പറയാണ് ഞാൻ കൊടുക്കൂല. അവ ആയത്തിറങ്ങുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പൊ ഇവരെന്താണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സ്വഹാബത്തിനെയും കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെക്കാളും വലിയ ഔലിയാക്കളെ ഇവർക്ക് അറിയുമോ? എനിക്കറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെക്കാളും വലിയ ഔലിയാക്കളായിട്ട് ചിലപ്പോൾ സി എം അടവൂർ അബൂബക്കർ എന്നാണ് അല്ലാഹു അലം. എന്തായാലും ചിലപ്പോൾ അവർക്ക് അതായിരിക്കും വലുത്. മൂപ്പര് വാദിച്ചിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ലൗഹിൽ നോക്കിയിരിക്കുകയാണ്, അപ്പൊ തിരുത്തും വെട്ടും കുത്തും കുറുക്കിയും നിറച്ച് കുത്തിവരായിരിക്കും. ഇപ്പൊ മൂപ്പരുടെ കാഴ്ചപ്പാടിൽ എന്താണ്? മടവൂരിട്ട കുറെ വരകള്, അതുപോലെ മൊയ്തീൻ ശൈഖ് മായിച്ച കുറെ പാടുകൾ, ഇതൊക്കെ ആയിരിക്കും ഇവരെ കാഴ്ചപ്പാട് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ. ഏതായാലും പ്രശ്നം അവിടെയല്ല. പ്രശ്നം എന്താണ്? ഇതൊക്കെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? കയ്യും കാലും മുറിച്ചു കളയും. ആരാണ് ഈ പറയണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 മരിക്കുമെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ഇരിക്കുന്ന ആള് പറയാണ്, ഞാൻ ഇങ്ങനെ പറയണവരെ കൊല്ലും, അല്ലെങ്കിൽ കയ്യും കാലും മുറിക്കും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇപ്പൊ വരും, ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. എന്ത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇപ്പൊ വരുന്നുള്ളത്. വന്നിട്ട് ഇപ്പൊ ഒരു പ്രസംഗം പ്രസംഗിക്കും. ആ പ്രസംഗത്തിൽ ഈ ആയത്ത് ഓതുന്ന ആർക്കറിയാം? ലൗഹുൽ മഹ്ഫൂദിൽ നോക്കുന്ന ആളാണെങ്കിൽ അറിയാം. അവ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കുന്ന ആള് എന്ത് ചെയ്യാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുമ്പോ നമുക്കറിയാലോ ഇത് വരുന്നുള്ളത്. കയറി മുമ്പർമ കയറി എന്താണ് പറയാൻ പോകുന്നത്, അതുവരെ പ്രശ്നത്തിലാണ്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയത്തോതുമ്പോൾ പറയാണ്, ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതുപോലെ എന്ന് പറയാ. ആരാണ് ഈ പറയണത്? ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിരിക്കുന്ന ആള് പറയാണ്, ഈ ആയത്ത് ഖുർആനിലുണ്ട് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായതുപോലെ.
ലൗഹിലുള്ള കാര്യം അറിയുന്ന ആൾക്ക് ഖുർആനിലുള്ളതിനെ കുറിച്ച് അശ്രദ്ധനായിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ഔലിയാക്കൾക്ക് ഇല്ലാത്ത കറാമത്തുകൾ വെച്ച് കെട്ടണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിധി വിട്ട് പുകഴ്ത്തണം. ഏത് വിഷയം? ലാ തത്റൂനി കമാ അത്റത്ത് നസാറ ഈസബിനെ മറിയമിനെ പുകഴ്ത്തിയ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞപ്പോ മോനാണെന്ന് പറയരുത്, ബാക്കി എന്താണോ പറയേണ്ടത് അതൊക്കെ പറഞ്ഞോ. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരം കെട്ട ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനവും അതിൻ്റെ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീനിലേക്ക് പാതയിലേക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആളുകളോടല്ല, ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവർ പറയുന്നതിൻ്റെ അപകടം വളരെ വലുതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും കൂടെ ഖൈബറിലെ സ്ത്രീയുടെ അടുക്കലേക്ക് പോകുന്നു. എങ്ങനെയാണ് പോകുന്നത്? ലൗഹുൽ മഹ്ഫൂദിലുണ്ട് എന്ത്? ഖൈബറിലെ സ്ത്രീ വിഷം കൊടുക്കാൻ പോവുകയാണ്. ഇതാർക്കൊക്കെ അറിയാം? റസൂലുള്ളാഹിക്കും അറിയാം, സ്വഹാബത്തിനറിയാം. സ്വഹാബത്ത് ഔലിയാക്കളാണ്. അങ്ങനെ പോകുന്നു. അവിടെ പോയിട്ട് ഒരു സ്വഹാബി മുഴുവൻ എടുത്ത് വിഷം തിന്നുന്നു. വിഷാണെന്ന് ആർക്കറിയാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം, സ്വഹാബത്തിനും അറിയാം. എന്നിട്ട് ഒരാൾ അറിഞ്ഞുകൊണ്ട് വിഷം തിന്നുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വായിൽ വെക്കുന്നു. ഒന്നുകിൽ എന്താണ്, ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ അത്രമാത്രം ആലോചിക്കാൻ കഴിയാത്ത വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്തവരല്ല, ബുദ്ധിയില്ലാത്തവർ. വിവരം അത് വേറെ വിഷയമാണ്. ആലോചിക്കാനുള്ള ശേഷിയില്ലാതെ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാതിരിക്കുകയാണ്. എന്താണ് പറയുന്നത് അതിനെന്ത് ചെയ്യുക? അതിന് സാഹചര്യങ്ങളിൽ നിന്ന് നടത്തിയെടുത്ത ചില കാര്യങ്ങളെ കൊണ്ടുവരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്തുകളുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, കറാമത്തുകളുണ്ട്. ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ഏറ്റവും വലിയ കറാമത്ത് എന്താ? ഒരു വലിയന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? മാനത്ത് കൂടെ പോകലോ, കടലിനുള്ളിൽ ഊളിയിടലോ, കടൽ ജലം വറ്റിക്കലോ അല്ല. പിന്നെയോ ദീനിൽ ഉറച്ചു നിൽക്കലാണ്. ദീനിൽ ഉറച്ചു നിൽക്കലാണ്. ഒരാൾ മുസ്ലിമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തായി ഉറച്ചു നിൽക്കുക എന്നതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കറാമത്ത്. അതിന് താഴെയാണ് ബാക്കിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ആ കറാമത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, ബാക്കിയുള്ള കറാമത്തുകൾ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ആ കറാമത്തുകൾ എന്തല്ല? ബാക്കിയുള്ള കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളല്ല, മറിച്ച് ചില സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരിൽ വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കറാമത്തായി നൽകുന്നതാണ്. ചിലർക്ക് ചിലത് കിട്ടും, ചിലർക്ക് ചിലത് കിട്ടും. എല്ലാവർക്കും ഒരേപോലത്തെ സംഭവങ്ങൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ചില ആളുകളുടെ ഇന്റൻഷൻ, മനസ്സിലുള്ള ഉദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള മനുഷ്യന്മാരുടെ ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. കൊല്ലാൻ വേണ്ടി വന്ന, മക്കയിൽ നിന്ന് കൊല്ലാൻ വേണ്ടി വന്ന ആളുടെ മനസ്സിലുള്ളത് ആർക്ക് മനസ്സിലായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി കൊടുത്തു. കൊല്ലാൻ വേണ്ടി 70 ആളുകളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ ആളുടെ മനസ്സിലത് വെളിപ്പെടുത്തി കൊടുത്തില്ല. ഖൈബറിലെ സ്ത്രീയുടെ മനസ്സിലുള്ളത് വെളിപ്പെടുത്തി കൊടുത്തില്ല. വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അറിഞ്ഞുകൊണ്ട് മറ്റേ സ്വഹാബിനെ കൊന്നു എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ കൊലക്ക് കൊടുത്തു എന്ന് പറയേണ്ടി വരും. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ എന്താ പറയാ? ഇത് പറയുമ്പോൾ പറയും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ജീവിച്ച് കാണിച്ചതാണ് എന്ന് പറയുകയാണെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. അറിഞ്ഞ സന്ദർഭങ്ങളെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവന്റെ ഉദ്ദേശം അറിഞ്ഞ സന്ദർഭങ്ങളിൽ ഇല്ല, ഞാനിത് അറിഞ്ഞിട്ട് പ്രവർത്തിച്ചാൽ എന്താവും, ഉമ്മത്തിന് അത് പാഠമാക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് കാണുന്നില്ല. അറിഞ്ഞു എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിൽ അറിഞ്ഞത് പോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതായത് പാഠം പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ തീരെ അറിയുന്നത് പോലെ ഭാവിക്കാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിൽ ഖൈബറിലെ സ്ത്രീ വിഷം കൊടുക്കുന്നത് അറിഞ്ഞിട്ട് മറ്റേ സ്വഹാബിനെ കൊല്ലാൻ വേണ്ടി, അതായത് കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കുന്ന അവസ്ഥയാണ് ഇതെന്ന്
റസൂലുള്ളാഹിക്കും അറിയാം, സ്വഹാബിക്കും അറിയാം. ഞാനിപ്പോൾ മരിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പരും പോണതെന്നാണ് ഇവർ പറയണത്. അതെന്തിനാണ്? അത് ഇതിനു വേണ്ടിയിട്ടാണ്. എങ്കിൽ അറിഞ്ഞ സന്ദർഭങ്ങളെന്ന് ഹദീസുകൾ സ്ഥിരപ്പെട്ട സംഭവങ്ങളുണ്ട്. അവിടെ എന്ത് ചെയ്യണമായിരുന്നു? കത്തി കൊണ്ട് കുത്താൻ വരികയാണ്, എന്നാ കുത്തട്ടെ എന്ന് പറഞ്ഞല്ലേ നിൽക്കേണ്ടത്. അവിടെ അത് കാണുന്നുമില്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആളുകൾ ഒന്നാമതായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ആളുകളെ ആലോചിക്കാൻ വേണ്ടി ഏൽപ്പിക്കരുത്. ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ തലയും നമ്മളുടെ മനസ്സും ഉപയോഗിക്കുക. ഈ ആളുകളുടെ തലയിൽ എന്താണുള്ളത്? ആകെ ഉള്ളത് തലക്കെട്ടാണ്. അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. നമ്മളുടെ മശായിഖന്മാർ പറയുന്നത് പോലെ അൽ അമായിം അല ബഹായിം, അൽ അമായിം അല ബഹായിം.